സുനിജി, എന്തു വില കൊടുത്തും മൂന്നാം പിണറായി ഇവിടെ സാധ്യമാക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് CPM ഇടതുമുന്നണിയുടെ നേതൃത്വം വഹിക്കുന്ന കക്ഷി. ഇപ്പോൾ നോക്കൂ, ഏറ്റവും ഒടുവിലത്തെ രാപകൽ ഭേദമന്യേ മദ്യവിൽപ്പനയ്ക്കുള്ള അനുവാദം. കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലു. എന്തിനു വേണ്ടിയാണിത്? അവരോട് 5 ലക്ഷം വീതം നേരത്തെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 ലക്ഷം വീതമാണ് ഞങ്ങൾക്ക് തരണം. നിങ്ങളുടെ സമയം കൂട്ടി, കച്ചവടം കൂടി, ലാഭം കൂടി. ഒന്നത് സർവേ, വീട് വീടാന്തരം SFIയുടെ ആൾക്കാർ എന്നിട്ട് പിണറായി വിജയൻ അടുത്ത ഇപ്രാവശ്യം വോട്ട് കൊടുത്താൽ അടുത്ത തവണ അല്ലെങ്കിൽ ഇത് കിട്ടില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ. SFI ഗുണ്ടായിസം, ഫാഷിസം. മറുവശത്ത് നമ്മൾ ചർച്ച ചെയ്ത വേറൊരു കാര്യം, അവിടെ സൈബർ സെല്ലുകൾ ഉണ്ടാക്കുക. അതായത് വ്യാജ ID വെച്ചുകൊണ്ടുള്ള അക്കൗണ്ടുകൾ ഉണ്ടാക്കി ഫാക്ട് ചെക്കിംഗ് ആണെന്ന് പറഞ്ഞ PRDയുടെ ധനസഹായത്തോട് കൂടിയിട്ട് നടക്കുന്ന ഒരു സൈബർ പോരാട്ടം. ഇതുകൂടാതെയാണ് നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സൈബർ പോരാളികൾ. ഇവരെല്ലാം ഈ മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ ആഗോള സംഗമം പോലും ഇതിനുള്ള വേദിയായിരുന്നു എന്ന് പറയുന്നു. ആകെ 3 ലക്ഷം ചിലവാക്കിയിട്ട് 8 ലക്ഷം അനാമത്ത് കണക്ക് കാണിച്ചുകൊണ്ട് ആ 5 ലക്ഷവും തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. അതാണ് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ ജയകുമാർ വെള്ളം കുടിച്ചത്. ഇങ്ങനെ എല്ലാ വിധത്തിലുമുള്ള അഴിമതി നടത്തി സത്യാനന്തര കാലത്തിൻ്റെ ഒരു ഗവൺമെൻറ് ആണെന്ന് തെളിയിച്ചുകൊണ്ട് കള്ളമെന്നത് മാത്രം പറഞ്ഞുകൊണ്ടും അടിമുടി അഴിമതിയിൽ മുക്കിയും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും എന്ത് വിധത്തിലും അധികാരം ഒരു കമ്മ്യൂണിസ്റ്റ് സങ്കല്പത്തിന് ഒട്ടും നിരക്കാത്ത രീതിയിൽ എങ്ങനെയും അധികാരം എന്നുള്ള ഒരു വ്യാമോഹവുമായിട്ട് വരികയാണ് ഈ ഗവൺമെൻറ്. ഇത് തടുത്തു നിർത്താൻ കഴിയുമോ കേരളത്തിലെ ജനതയ്ക്ക്? അല്ല, ഈ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിലുള്ള പ്രചരണം നടത്തും. ഈ സോഷ്യൽ മീഡിയയിലെ പ്രചരണത്തിന്റെ മുഖ്യ ചുമതല വഹിച്ചിരുന്ന MV നികേഷ് കുമാറാണ്. റിപ്പോർട്ടർ TVയുടെ തലപ്പത്തുണ്ടായിരുന്ന MV നികേഷ് കുമാർ CPMന്റെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ നിയന്ത്രിക്കാനുള്ള ചുമതലയിലേക്ക് വരുന്നു. ഈ ചുമതലയിലേക്ക് വരുന്ന നികേഷ് കുമാറിന്റെ ഏകാധിപത്യപരമായ ചില പ്രവണതകൾ ആ ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന മറ്റ് ചില ആളുകളുടെ പുറത്തേക്ക് പോക്കിന് കാരണമാകുന്നു. അവർ പറയുന്നു നികേഷ് കുമാറിന്റെ ഈ നിലപാടുകളോട് യോജിപ്പില്ല. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. കാരണം CPM അടുത്ത കാലത്തായിട്ട് മുമ്പോട്ട് വെക്കുന്ന ക്യാപ്സൂളുകൾ ഇത് മുഴുവൻ പൊട്ടി തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താ? ഒരു മുസ്ലിം നാമധാരി ഒരാൾ MV ഗോവിന്ദന്റെ മുമ്പിൽ നിന്ന് പണം മേടിക്കുന്നു, ആ പണം തിരിച്ചു കൊടുക്കുന്നു, അല്ലെ? ഇത് സംബന്ധിച്ച അവസരം അയാൾ തന്നെ സത്യാവസ്ഥ വെളിപ്പെടുത്തുകയാണ്. ഇതൊരു അജണ്ടയല്ലേ, ഇതൊരു വ്യാജ നാടകങ്ങൾ കളിക്കുകയാണ്. ഒരു നാടകം പൊളിഞ്ഞോ? ഇനി അതിനു മുമ്പ് പിണറായി വിജയൻ എന്താ പറഞ്ഞത്? ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാനാകാതെ നിന്ന് എത്രയോ സമയങ്ങളുണ്ട്, റോട്ടി കഴിച്ച് നിന്ന സമയം കേട്ടിരുന്നില്ല. അതെല്ലാം കഴിച്ച് അതൊക്കെ പറഞ്ഞു. ആ പറഞ്ഞതിന് പിറ്റേ ദിവസമാണ് C ദിവാകരൻ എന്ന് പറയുന്ന CPയുടെ മുതിർന്ന നേതാവ് ചൂരയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചില്ല. അവിടെ ഞെക്കി നോക്കിയിട്ട് ഇതെന്ത് മീനാണെന്ന് ചോദിച്ചിട്ട് ഇറങ്ങി ഒരൊറ്റ പോക്ക്. മുഖത്ത് ആനത്തലവാട്ടം. ശരിയായ കമ്മ്യൂണിസ്റ്റുകാരൻ, ഇവിടെ അഴിമതി നടത്താത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോഴത്തേക്കും CPMന്റെ പാർട്ടി ജില്ലാ സെക്രട്ടറി, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പാളയം മാർക്കറ്റിൽ പോയിട്ട് നെയ്മീനുണ്ടോ, നെയ്മീൻ എന്നും പറഞ്ഞ് വാങ്ങിച്ചു വെച്ച് പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് ഉച്ചഭക്ഷണം. അപ്പൊ അടുത്ത സാധനം പൊളിഞ്ഞു. അപ്പൊ LDF മുന്നോട്ട് വെക്കുന്ന, CPM മുന്നോട്ട് വെക്കുന്ന ഈ കപട PR വർക്ക് എല്ലാം തന്നെ പൊളിഞ്ഞു വീഴുകയാണ്. ഈ പൊളിഞ്ഞു വീഴുന്നതിനകത്ത് മറ്റൊരർത്ഥം കൂടി ഉണ്ട്. ജനങ്ങൾക്ക് മുന്നിൽ ഇവർ അപഹാസ്യരായി തീരുകയാണ്. എന്തിനാണ് ഇത് ചെയ്യുന്നത്? അപ്പൊ ഈ നികേഷ് കുമാർ ചെയ്യുന്ന ഈ ചില നീക്കങ്ങളാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത് എന്നുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടു. നികേഷ് കുമാർ ചെയ്ത ധിക്കാരം കാണണം. ദേശാഭിമാനിയുടെ സീനിയർ ന്യൂസ് എഡിറ്ററുമായിരുന്ന 2 പേരെയാണ് അദ്ദേഹം ഇതുപോലെ അപമാനിച്ചത്. കാരണം താനാണ് ഇതൊക്കെല്ലാം മേലെ എന്നൊരു കോൺസെപ്റ്റില് ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ട് ഇന്ത്യ വിഷനിലൂടെ റിപ്പോർട്ടറിലേക്ക് വന്ന ഒരാള് അതിൻ്റെ ഒരു തനിക്ക് ആരാധകർ കൂടുതലുണ്ടെന്നുള്ള ഒരു നാട്യത്തിൽ അവരെ എല്ലാം അവർ പറയുന്ന അഭിപ്രായങ്ങളെ തിരസ്കരിച്ചുകൊണ്ടും അവരെ അപമാനിച്ചുകൊണ്ടും ഉള്ള പ്രവർത്തനം കാഴ്ചവെച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് അവര് ആദ്യം രാജിവെച്ച് പുറത്തുപോയി. അതിനെ തുടർന്ന് ഇപ്പം ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ഈ ഗവൺമെന്റിന് നികേഷ് കുമാറിൽ അനിഷ്ടം തോന്നി തുടങ്ങി അദ്ദേഹത്തിനെ പുറത്താക്കുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ആ രീതിയിൽ അപ്പൊ ഒരു വശത്ത് ഈ പറയുന്ന PR വർക്ക്, തള്ളു വർക്ക് എല്ലാം തകർന്ന് തരിപ്പണമായിരുന്നു. ഇനി അപ്പുറത്തെ വശത്തേക്ക് നമുക്ക് നോക്കാം. ഇവിടെ പയ്യന്നൂരിൽ അവിടുത്തെ മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന V കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ഈ പുസ്തകം എന്താ? CPMലെ പയ്യന്നൂർ മേഖലയിലുള്ള സംഘടന അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി അവിടുത്തെ രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച ഫണ്ട്, മറ്റ് പാർട്ടി ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഫണ്ട്, ഇതൊക്കെ തന്നെ വകമാറ്റി ഉപയോഗിക്കുന്നു, പണം തട്ടിയെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബുക്ക് എഴുതി. ഈ ബുക്ക് പ്രകാശനം ചെയ്യുന്നത് അനിൽകുമാർ എന്ന് പറയുന്ന പ്രൊഫസർ MN വിജയന്റെ മകനാണ്. ഈ പ്രൊഫസർ MN വിജയന്റെ മകനായ അനിൽകുമാർ ഈ പുസ്തകം പ്രകാശനം ചെയ്തല്ലോ. പ്രകാശനം ചെയ്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. വീട്ടിന്റെ മുമ്പിൽ രാത്രി 12 മണിക്ക് ആരോ കൊണ്ടുവന്ന് റീത്ത് വെച്ചിരിക്കുന്നു. ഈ റീത്ത് എന്താണ്? അതായത് പയ്യന്നൂർ പോലെ CPMന്റെ ഉറച്ച കോട്ടയായ ഒരു സ്ഥലത്ത് ഈ പുസ്തകം ഏറ്റുവാങ്ങി എന്നുള്ള ഒറ്റ കാരണത്താൽ അനിൽകുമാറിന്റെ വീട്ടിൽ കൊണ്ട് റീത്ത് വെക്കാൻ ആർക്കാണ് ധൈര്യം ഉണ്ടാകുക? സിനുജി, റീത്തല്ലേ വെച്ചുള്ളൂ. ഇന്നോവ വന്ന് നിന്നില്ല
അല്ലല്ലോ. പക്ഷെ ഇത് തുടക്കമാ, റീത്ത് വെക്കുന്നത് ഭീഷണിയുടെ തുടക്കമല്ലേ? അതെ, അതായത് ഈ റീത്തിന്റെ അർത്ഥം എന്തായിരിക്കും? ഇന്നോവ വരുവിനി. അതെ. അപ്പൊ റീത്ത് കൊണ്ട് വെക്കാൻ കഴിയുന്ന CPM-ന്റെ ലക്ഷ്യം എന്താണ്? ഞങ്ങൾക്കെതിരെ നിന്നാൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അതായത് അവർക്ക് അസഹിഷ്ണുതയാണ്. സഹിഷ്ണുതയുടെ കാര്യങ്ങളെ നോക്കി കാണാൻ ഇപ്പോഴും പറ്റുന്നില്ല. പയ്യന്നൂരിലെ ഒരു ലോക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി നിന്ന ഒരാൾ ഒരു ബുക്ക് എഴുതിയപ്പോൾ അതിൽ ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടുത്തെ MLA പരിഭ്രാന്തരാകുന്നു, ജില്ലാ കമ്മിറ്റി പരിഭ്രാന്തരാകുന്നു, എന്തിന് സംസ്ഥാന കമ്മിറ്റിയെ പോലും പിടിച്ചുലയ്ക്കുന്നു. അപ്പൊ വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇനി എത്ര കാലം അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും? ഈ പറയുന്ന പോലെ മാഷാ അള്ളാ എഴുതിയ ഇന്നോവ വരില്ലെന്ന് ഉറപ്പുണ്ടോ? നമുക്ക് ചിന്തിച്ചു വരും. പേടിയുണ്ടാക്കില്ലേ, മാനസികമായിട്ട് ട്രോമ ഉണ്ടാക്കില്ലേ? അല്ല, ഇത് ഫാഷിസം അല്ലേ? കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞത് ഇത് ഫാഷിസമാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ പറയൂ. ഒരാളിന്റെ വീട്ടിൽ കൊണ്ട് റീത്ത് വെക്കാൻ ഇവർക്ക് ആരാണ് അധികാരം? ഏത് ഭരണഘടനയാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും നരേന്ദ്രമോദി പാലിക്കില്ലെന്ന് ആരോപിക്കുകയും ചെയ്യുന്നത്? ഭരണഘടനയാണല്ലോ. ഭരണഘടന ഏത് വകുപ്പാണ് നിങ്ങൾക്ക് ഇതിനുള്ള അധികാരം നൽകുന്നത്? ഇപ്പൊ പാർട്ടിക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ആരാ കൊണ്ട് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ലെന്ന്. ശരിയായ കാര്യം അറിയില്ല. ഒന്ന് ആലോചിക്കുക, CPM പോലെ കണ്ണപുരം പോലെ പാർട്ടി കോട്ടയ്ക്കുള്ളിൽ രാത്രിയിൽ ഒരു റീത്ത് കൊണ്ടുവെക്കാൻ കഴിയുന്ന ഏത് സംഘടനയ്ക്ക്, ഏത് പാർട്ടിക്കാ? നമ്മൾ അരിയാഹാരം കഴിക്കും, ഗോതമ്പിന്റെ ആഹാരം കഴിക്കും, പക്ഷെ നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാകുമല്ലോ. അല്ല, തന്നെയല്ലല്ലോ, വേറെ ആര് റീത്ത് കൊണ്ടുവച്ചാലും ജാഗ്രതയോടെ CPM-ന്റെ ചക്ഷുസുകൾ അവിടെ ഉണ്ട്. കണ്ടുപിടിക്കാൻ CPM-ന്റെ ആൾക്കാർ എപ്പോഴും അവിടെ ഉണ്ട്. എന്ത് നടന്നാലും അവിടെ എന്തു നടന്നു എന്ന് കണ്ടുപിടിക്കുന്ന ചാരചക്ഷുസുകളോടെ അവിടെ CPM-കാർ എപ്പോഴും ഉണ്ട് 24 മണിക്കൂറും. വേറെ CPM-കാരല്ലാതെ മറ്റാർക്കും അവിടെ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. നിലവിൽ പയ്യന്നൂർ MLA ആയിട്ടുള്ള മധുസൂദനാണ് ഈ ആരോപണത്തിനെല്ലാം തന്നെ വിധേയനായിട്ടുള്ളത്. ഒരു പക്ഷേ അദ്ദേഹം തന്നെ ആയിരിക്കും ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുക. പക്ഷേ അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന നിഷ്പക്ഷമതികളായ സാധാരണക്കാരായ CPM പാർട്ടി പ്രവർത്തകരുണ്ട്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. രക്തസാക്ഷി ഫണ്ട് പിരിച്ചു, അതിന്റെ പൈസ എവിടെ പോയി? അതിന്റെ കണക്ക് ചോദിക്കല്ലേ? പാർട്ടി ഫണ്ട് പിരിക്കുന്നു, അതായത് തെരഞ്ഞെടുപ്പിൽ റെസിപ്റ്റ് അടിച്ച് ആ പിരിച്ച പണം എവിടെ? ആ റെസിപ്റ്റിന് വ്യാജ റെസിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ പിരിച്ച പണം ആര് കൊണ്ടുപോയി? ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാകേഷ് പറഞ്ഞ എന്താ? അതൊന്നും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല. അതെന്താ, പൊതുജനങ്ങൾക്ക് ഇത് അറിയണ്ടായോ? അപ്പൊ ഇത്തരത്തിലുള്ള അതിന് മുകളിലുള്ള സെക്രട്ടറി ഉണ്ടല്ലോ, സംസ്ഥാന സെക്രട്ടറി, ഇപ്പൊ മനസ്സില്ല. നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ മൂളിന്റെ രക്തം, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സാധാരണ ജനങ്ങളോടാണോ ധാർഷ്ട്യം കാണിക്കേണ്ടത്? അപ്പൊ ജനങ്ങളല്ലേ ഇവിടുത്തെ ആരധികാരത്തിൽ വരണമെന്ന് തീരുമാനിക്കുന്നത്? അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിലേക്ക് ഒരു പക്ഷേ ഈ വി കുഞ്ഞികൃഷ്ണൻ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയാലോ? വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്ന സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ ഒപ്പം അവിടുത്തെ UDF-ന്റെ ഒരു ബാഹ്യമായ പിന്തുണ കൂടി ലഭിച്ചാൽ ഒരു പക്ഷേ നിലവിലെ CPM MLA-ക്ക് അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥിക്ക് വിറയ്ക്കേണ്ടി വരില്ലേ? അപ്പൊ CPM അസഹിഷ്ണുതയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികളോട് യോജിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം കോമാളികളുടെ കൂട്ടമായി മാറുന്നു. ആ രീതിയിൽ ജനങ്ങൾ വ്യാഖ്യാനിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു സിനുജി, ഇതൊരു ട്രോമ ക്രിയേറ്റ് ചെയ്യും ആൾക്കാർക്ക്. CPM-നെതിരെ ആരും ശബ്ദിക്കാതിരിക്കുന്നത് അവർക്കിതിനൊന്നും കഴിയില്ല. കാരണം പോരാടിക്കഴിഞ്ഞാൽ തങ്ങളുടെ ജീവൻ പോകും, കുടുംബത്തിന് തങ്ങളെ നഷ്ടപ്പെടും, കുടുംബത്തിന്റെ സുരക്ഷിതത്വം പോകും എന്നുള്ള പേടി എല്ലാവരെയും ഭരിക്കുന്നുണ്ട്. ഇപ്പൊ CPM-കാർ എന്ന് പറയാ, നിങ്ങളിങ്ങനെ വോട്ട് ചെയ്തില്ല എന്നുള്ളത് ഞങ്ങളറിയും, മണത്തറിയും, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ഇങ്ങനെ ആയിരിക്കും, ഞങ്ങൾക്കറിയാം, വേണ്ടത് എന്താണെന്ന് ചെയ്യാൻ ഞങ്ങൾക്കറിയാം കേട്ടോ എന്ന് പറഞ്ഞ് ഇൻഷാ അള്ളാ എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം തീർന്നില്ലേ? അവർ പേടിക്കില്ലേ? പേടിച്ചാണ് വോട്ട് ചെയ്യുന്നത്. പാർട്ടി ഗ്രാമങ്ങളിലും പേടിച്ച് തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. ആ പേടി എന്ന് പറയുന്നത് വലിയൊരു പോളിറ്റിക്സാണ് സിനജി. ആ പേടി കൊണ്ട് ചിലപ്പോൾ വോട്ട് ചെയ്യുന്നിരിക്കും. ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾക്ക് മാസ് ബേസ് ഉണ്ടെന്ന് അവരെ അവകാശപ്പെടുകയും ചെയ്യും. ഈ തീവെട്ടിക്കൊള്ളകൾ നടക്കുകയും ചെയ്യും. അതാണ് മറ്റു ഭാഗങ്ങളിലെ കാര്യമല്ല ഞാൻ പറയുന്നത്. കണ്ണൂർ ജില്ലയിൽ അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അതാണ് അവിടെ നമ്മളറിയാവുന്നത്. അവർ പറഞ്ഞല്ലോ, ഈ SIR എടുക്കാൻ വേണ്ടി പോയി അവിടെ ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഇവരെന്താ പറഞ്ഞത്? വർക്ക് ലോഡ് കൂടിയിട്ട് അങ്ങ് ആത്മഹത്യ ചെയ്തതാണെന്ന്. എന്താ ഈ വർക്ക് ലോഡ്? എന്താ ഇന്ത്യയിൽ മുഴുവൻ SIR നടത്തിയ, ബംഗാളിൽ നടത്തിയ ആൾക്കാർക്കൊന്നും ഈ വർക്ക് ലോഡ് ഇല്ലേ? എത്ര ഭംഗിയായിട്ട് ആ കാര്യം നടന്നു, എത്ര ഭംഗിയായിട്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ പണം ശമ്പളവും ഒക്കെ കൊടുക്കുന്നതിന് ജോലി ചെയ്യണം, ആ ജോലി മിനിമം ചെയ്യണം. അവർ സുന്ദരമായിട്ട് അത് ചെയ്തില്ലേ? വേറെ ആരും എന്താ ആത്മഹത്യ ചെയ്യാഞ്ഞ്, ആരും എന്താ പരാതി പറയാഞ്ഞ്? ഇവരെല്ലാം പല യൂണിയനിൽ പെട്ട ആൾക്കാരാണല്ലോ. ഇവരുടെ തന്നെ യൂണിയനിൽപ്പെട്ട ആൾക്കാരായിരിക്കുമല്ലോ ഭൂരിപക്ഷവും. ഏതിൻ്റെ? CPM-ന്റെ യൂണിയനിൽപ്പെട്ട ആൾക്കാർ, NGO യൂണിയനിൽപ്പെട്ട ആൾക്കാരായിരിക്കുമല്ലോ ഭൂരിപക്ഷവും. എന്താ ഒരൊറ്റയാളും വേറെ ഒരു പരാതിയും പറയാഞ്ഞ്? അയാളെ അപ്പോൾ കൊന്നതാണ് CPM-കാർ. അവിടെ ചെന്ന് ശരിയായിട്ടുള്ള ഐഡന്റിറ്റി വെളിപ്പെടുത്തിയാൽ നിന്നെ തട്ടുമെന്ന് ഭീഷണി. ആ സമ്മർദ്ദത്തിന് കോൺഗ്രസ് ഒരാൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായി പോകാതിരുന്ന ആൾ, പേടിച്ചു പോകാതിരുന്ന ആൾ പറഞ്ഞല്ലോ. ഇത് ഇങ്ങനെ തന്നെയാണ് സംഭവം.
എന്ന് പറഞ്ഞു. ചുരുക്കം പറയാൻ മനസ്സിലായി ഇത്രേ ഉള്ളൂ. വി കുഞ്ഞികൃഷ്ണന്റെ ഒരു ബുക്ക് പ്രകാശനത്തിൽ റീത്തിലൂടെയാണ് CPM മറുപടി നൽകിയെങ്കിൽ കണ്ണൂരിലെ പാർട്ടിക്ക് കുഞ്ഞികൃഷ്ണൻ നൽകുന്ന മറുപടി എന്ന് പറയുന്നത് CPMനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ പാർട്ടിയുടെ ഉള്ള ഇമേജിനെ കൂടെ ഇടിച്ച് തകർക്കാൻ കഴിയുന്ന ഒരു ബുൾഡോസറായിട്ട് ഈ കുഞ്ഞികൃഷ്ണനും അനിൽകുമാറും ഒക്കെ രംഗത്തിറങ്ങുന്ന ഒരു കാലം അത്ര വിദൂരമായിരിക്കില്ല. നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മോഹങ്ങൾ മാത്രമാണെന്നാണ് സിനുജി. അപ്പോൾ ഈ ഭരതം പോയി, അങ്ങനെ എത്ര പ്രധാനം MV രാഘവൻ പോയി കഴിഞ്ഞിട്ടും എന്താ സംഭവിച്ചത്? എന്തെങ്കിലും സംഭവിച്ചോ? അദ്ദേഹം ഒരു പാർട്ടി CMP ആയിട്ട് ഒതുങ്ങിയല്ലേ ചെയ്തുള്ളൂ. ഞാനൊരു കാര്യം കൂടെ ഞാൻ സിനുജിയോടെ പറയാം. അന്ന് MV രാഘവൻ പോയി കഴിഞ്ഞപ്പോൾ EMS വന്നൊരു പ്രസംഗം നടത്തി, പന്തളത്ത് വെച്ചായിരുന്നു, ഞാൻ പോയി കേട്ടതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ശ്വാസമുള്ളിടത്തോളം കാലം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെ തുടരും. അദ്ദേഹം പോകുന്ന ഇടയ്ക്കൊരു കിംവദന്തി വന്നപ്പോഴാണ് ഈ പാർട്ടി വിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പാർട്ടി വിട്ട് ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ ഒരു MV രാഘവനായിട്ട് തീരും, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്നാണ് പറഞ്ഞത്. അതാണ് ഈ കുഞ്ഞികൃഷ്ണൻ പോയി കഴിഞ്ഞാൽ അദ്ദേഹം തീർന്നു എന്നുള്ളതാണ് സത്യം. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. MN വിജയൻ മാഷ് പോയി, ഇപ്പോൾ CPM എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിക്കുന്നില്ല. ജനങ്ങളിൽ നിന്നാണ് ആ സംഭവം ഉണ്ടാവേണ്ടത്. അവർക്ക് പേടിയുമാണ്. അതാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു തേടിരുന്ന വലിയൊരു തടസ്സം എന്നെനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.